വലുതാവും വലുതാവും. ഇവനൊരു മാങ്ങാണ്ടി മോർണായോണ്ടാ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാട്. സാർ എന്റെ ഡ്രോൺ. മനുമോൻ ടെൻഷൻ അടിക്കണ്ട, അവൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. മോന്ത മാങ്ങാണ്ടിയാണെങ്കിലും അതെ മറ്റേ കാവുമുണ്ടും മറ്റേ അടയാളങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതേ കാവുമുണ്ട്. നോക്കി സാറേ, കര മാറ്റമുണ്ടോ? സാറത് ശരിക്കോളന്നാ, അത് രണ്ടരടിയുള്ളു. എന്താ സാറേ? മാസ്ക് മാറ്റടാ. ഇല്ല സാറേ. പോലീസാണ് പറയുന്നത്, മാസ്ക് മാറ്റടാ. ആര് പറഞ്ഞാലും മാസ്ക് മാറ്റണ്ടെന്ന് ഞങ്ങളുടെ മോദിജി പറഞ്ഞിട്ടുണ്ട് സാറേ. പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. മോദിജിയുടെ വാക്ക് ഞാൻ ധിക്കരിക്കില്ല സാറേ. മാസ്ക് മാറ്റ്. അയ്യോ, രണ്ട് ചുമ ലക്ഷണമാണ്. ഇല്ല സാറേ, ഞാൻ അത് മാത്രം ചെയ്യില്ല. ഇന്നലെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ 8 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. എനിക്കൊരു ചെറിയ ഭാര്യയും 2 ചെറിയ പെൺകുട്ടികൾ ഉള്ളതാണ്. എന്നെ മരണത്തിലേക്ക് തള്ളരുത് സാർ, പ്ലീസ് സാർ, സോറി. അയ്യോ സാറേ, ഞാൻ പോവില്ല. ഭാര്യ ഒളിച്ചോടിയെങ്കിലും 2 പിള്ളേരുള്ള സാർ. എന്താണ് സാർ? വിഷമിക്കണ്ട, ഞാൻ പോവാം. അയ്യോ, ഇത് കൂടാണ്ടാ. അവസാനായിട്ട് ചോദിക്കുക, ആ മാസ്ക് ഒന്ന് മാറ്റാൻ പറ്റില്ല? ഇല്ല സാർ, ഇനി കൊറോണ അറിയാണ്ട് ഞാൻ മാസ്ക് മാറ്റില്ല. ഒന്ന് പോടാ. മണ്ടം വിശ്വസിച്ചു. വല്ലതും നടക്കും സാറേ. മനുമോൻ ടെൻഷൻ അടിക്കണ്ട, അവൻ നമ്മൾ പൊക്കിയിരിക്കും. പിന്നെ ഈ പോയവൻ, ഇവന്റെ 1-2 സാധനങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ടെൻഷൻ അടിക്കേണ്ട മനുമോനെ നമ്മൾ പൊക്കിയിരിക്കുന്നേ. മതി മതി മതി, മതിയുടെ കുത്തിയത് ഇട്. ഞാൻ മാത്രമല്ല, ഇനി മോളിൽ കൂടെ ഡ്രോ വന്നാലും സീനില്ല. ഫേസ് കിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട്? നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലേ സുമേഷേ? പിന്നെ എന്തിനാ സ്കെച്ച് പിടിക്കാനായിട്ട് ഇങ്ങോട്ട് വരണേ? എന്റെ പൊന്ന് ചെടിയെ, ഈ സീനും പറഞ്ഞ എന്നെ ഒഴിവാക്കല്ലേ. സുമേഷ് എന്താ? ഞാനാടാ, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ എന്നെ മനസ്സിലാവില്ല. നീ ഇങ്ങനെ വേഷം മാറി നടന്നോ? പോലീസ് നിന്നെ പൊക്കു സുമേഷേ. റേഷൻ കടയിൽ നിന്ന് അരിയും മണ്ടാണി വാങ്ങി എന്നോട് പള്ളിത്താഴത്ത് ചെന്ന റോക്കറ്റ് പൊക്കി. എന്നോട് മാസ്ക് മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് അമ്മയുടെ പ്രാർത്ഥനയും മോദിജിയുടെ വാക്കുകളോട് മാത്രമായിട്ടാ ഞാൻ രക്ഷപ്പെട്ടത്. നിന്റെ ഫോട്ടോ ഒക്കെ അവന്മാരിലുണ്ട്, നല്ല ക്ലിയർ ഉള്ളത്. അവര് നിന്നെ പൊക്കും സുമേഷേ. അവന്മാര് ഇതേ പള്ളിത്താഴം വരെ എത്തിയിട്ടുണ്ട്. ആ, എന്നാരും വിളിക്കണ്ട കേട്ടാ, ഞാൻ വല്യമാരെ വീട്ടിൽ പോവാ. സുമേഷേ, സാധനം സാധനം എനിക്ക് പേടിയാവണല്ലേ. എന്റെ പൊന്നളിയ, ഇത് നമ്മൾ കല്യാണത്തിന് പുറത്തണ പോലത്തെ നോർമൽ ഡ്രോൺ അല്ല. ഇതിനകത്ത് ഫുൾ സെൻസറാണ്, ചിപ്പുണ്ട്. ഈ ചിപ്പുണ്ടല്ല, നീ ഈ സാധനം കൊണ്ട് എവിടെ പോയി ഒളിച്ചാലും അതിന്റെ ലൊക്കേഷൻ അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചിപ്പ് എന്നൊക്കെ പറഞ്ഞ അമ്മാരി ചിപ്പാണളിയ. തൊണ്ടി, അതായത് ഡ്രോൺ. നിന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് ഡ്രോൺ എടുത്ത് നീയാണെന്ന് തെളിയിക്കാനാകൂ. നീ ദൃശ്യ സിനിമ കണ്ടിട്ടില്ലേ? കുഴിച്ചെടുത്തപ്പോ കിട്ടിയത് പശുവിന്റെ ശവം. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അതുപോലെ ഒരു കാരണവശാലും ഈ തൊണ്ടി ആ തെണ്ടികൾക്ക് കിട്ടരുത്. അപ്പൊ ഞാനും അതുപോലെ കുഴിച്ചിട്ടല്ലോ. ഏയ്, എത്ര അടി താഴ്ചയിൽ നിനക്ക് കുഴിച്ചിടാൻ പറ്റും? അങ്ങനെ ചെയ്താലും സിഗല് കിട്ടും. ഒരു കാരണവശാലും ഈ ഡ്രോൺ അവന്മാർക്ക് കിട്ടരുത്. ഇല്ലടിയ, ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. സെറ്റ് ചെയ്യ്. എന്തിനാ എൻ്റെ ഹാൻഡിലിടണേ? അവൻ്റെ ഹാൻഡിലിട്ടാ പോലെ. കറക്റ്റ്. നിന്റെ കിണറാ സേഫ്, ജമാത്ത് പറ്റില്ല.
അയ്യോ ഇനി ഞാൻ പറ്റു കൊണ്ടാറാം. ലളിയ വണ്ടി എടുക്കണം. അല്ലടാ പശുവിനെ കുളിപ്പിക്കുക കണ്ടില്ലേ? അല്ലളിയാ ഇവിടുത്തെ കിണറങ്ങനെ വേനൽക്കാലത്ത് പറ്റുമോ? എന്തേ പറ്റിക്കണ? ഇവിടുത്തെ കിണറും കുളവും പുഴയൊക്കെ പറ്റുമ്പോഴേ ഉള്ളിലൊരു ടെൻഷൻ. എന്താ നിനക്കിപ്പോ ഭയങ്കര പരിസ്ഥിതി സ്നേഹമുള്ള. ആ അടിക്കാത്തോണ്ടോ തോന്നുന്നു, വല്ലാത്ത പരിസ്ഥിതി സ്നേഹം. നല്ല കാര്യ. അളിയാ നിവൃത്തിയില്ലാത്തോണ്ട് ചോദിക്കുക, തന്തയ്ക്ക് വിളിക്കരുത്. അതെ 2000 രൂപ വരാം ഒരു വെക്കേരും ഇല്ലല്ലേ? ഒരു രക്ഷയില്ല. അയ്യോ പോലീസ് അല്ല എക്സൈസ്. മോനെ നിന്റെ കുപ്പി പൊട്ടി. നീ അല്ലടാ ഇത്? അതെ. കുപ്പി വിടറാ. എന്റെ കുപ്പിയൊന്നുമില്ല. അങ്ങനെ എന്റെ കുപ്പിയൊന്നുമില്ല സാറേ. നിന്റെ കയ്യിൽ കുപ്പിയില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. നിന്റെ വീട്ടിനകത്ത് ഉണ്ടോന്നൊന്ന് തപ്പട്ടെ. സതീശാ ആ സാർ. ആ പറയും നോക്ക്, അരിച്ചു പറിക്കാൻ നോക്കണം. നിന്റെ അടിയിലല്ലോ കിടിയിലവിടെ അവിടെ ഒന്നും. നിങ്ങളുടെ മോൻ എവിടെ കുപ്പി പിടിച്ചു വെച്ചിരിക്കുന്നോ പറ. ഉള്ള സത്യം പറഞ്ഞോ ഇല്ല എല്ലാരും കൂടെ ജയിലിൽ പോകും കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കെ. എവിടെ വെച്ചിരിക്കുന്നു പറ. എവിടെ പൂട്ടി വെച്ചിരിക്കുന്നു പറ. ഇവിടെയൊന്നുമില്ല സാറേ. നോക്കണം. എവിടെ വെച്ചിരിക്കുന്നു പറ. അതിന്റെ മോനെ എവിടാ കുപ്പി പറ. കുപ്പിയൊക്കെ ഞാൻ അടിച്ച് തീർത്തു സാറേ. എന്നിട്ട് ഇതവിടെ ഉള്ളിയെ. നീ ഒന്നും കുപ്പി അടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ നീയൊക്കെ എവിടെ കൊണ്ട് താഴ്ത്തിയാലും ഞാനത് പൊക്കിയിരിക്കും. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കേട്ടോ. അളിയ നീ ഒരു ഭീകരനാട്ടാ. അവരെത്ര നോക്കിയിട്ട് കുപ്പി കിട്ടിയില്ലെങ്കിൽ നീ ഇത്തവട്ടെ കൊണ്ടേടാ താഴ്ത്തിയത്? അതെങ്കിലും ഒന്ന് പറഞ്ഞോടാ, ഞാൻ രോമാഞ്ചം കൊള്ളട്ടെ. ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ. അങ്ങനെ പറയലളിയ. ഒരു 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 ക്ലൂയിങ് ഇതാ. ഒരു കാര്യം ഞാൻ പറയാം, അത് വെള്ളത്തിനടിയില. കിണറ്റില്ല. ഞാൻ പെട്ടു. എന്റെ സുമേഷെ, നീയല്ലേ കാലത്ത് വിളിച്ചിട്ട് എല്ലാം സെറ്റാണ്, തൊണ്ടിയൊക്കെ താഴ്ത്തിന്നും പറഞ്ഞേ. എടാ തൊണ്ടിയൊക്കെ താഴ്ത്തിയത് അളിയ, പക്ഷെ ഒരു തെണ്ടി അതിനേക്കാൾ വലിയൊരു തൊണ്ടി അവിടെ കൊണ്ടേ താഴ്ത്തി അവനെ പൊക്കി എന്നെ പൊക്കും. എന്റെ പള്ളി.